നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട. ഞാനതിനെപ്പറ്റി അയാളുടെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യം NSSനെ സംബന്ധിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നുള്ളൂ. അതാണല്ലോ ഞാനല്ലേ ജനറൽ സെക്രട്ടറി. ഈ എക്സിക്യൂട്ടീവ് അധികാരി എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ വ്യക്തിപരമാണോ അല്ലയോ എന്നുള്ളത്. ഇനി പറയുന്നതൊക്കെ എന്തോന്ന് ജനറൽ സെക്രട്ടറി എന്ന പറയുന്ന ആളെയാണോ പറയുന്നത്? അല്ലല്ലോ. പിടിക്കാൻ അണിയറയിൽ നീക്കം നടക്കുന്നുണ്ട്. അത് ഒരുപാട് തുടങ്ങിയതാണ്. 112 വർഷമായി അദ്ദേഹം ഇരിക്കുമ്പോൾ മുതലേ തുടങ്ങിയിട്ടുള്ള. എനിക്കത് കണ്ട അനുഭവമുണ്ട്. പിടിച്ചവനൊന്നും ഇന്ന് ഇല്ലാതായിട്ടുള്ളൂ. അത് ചെയ്യട്ടെ. നടത്തിയ ജാഥ ഓരോരുത്തർക്കും എത്ര പേരുണ്ടെന്ന് നമ്മൾ കണ്ടില്ല. എങ്ങനെ വേണേൽ നടത്തിക്കോട്ടെ. അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് നായർ സർവീസ് സൊസൈറ്റിക്ക് NSSനെ സ്നേഹിക്കുന്ന നായന്മാർക്കുമുണ്ട്. അതിന് സംശയം. ആരെ തിർക്കണ്ണികളെന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? അനധികൃതമായിട്ട് ഒരു മരത്തിൽ കയറി പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അങ്ങനെയല്ലല്ലോ. ഞാൻ അനധികൃതമായൊന്നും വന്നതല്ലല്ലോ. ഇവിടെ അനധികൃതമായല്ലോ. ഇത്തവണയും നടന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആരെങ്കിലും ഉണ്ടായിരുന്നോ എതിർക്കാൻ? അവിടെ ഹാജരായിരുന്ന ആളുകൾക്ക് അവരോട് ഞാൻ പരസ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ NSSൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ പരാതി ഉണ്ടെങ്കിൽ ഈ വേദിയിൽ വെച്ച് ചോദിച്ചാൽ എനിക്കൊരു എതിർപ്പുമില്ല. അത് വ്യക്തിപരമാകട്ടെ, അതുപോലെ സംഘടനാപരമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ. അത് അങ്ങോട്ട് കയറി നോക്കിയാൽ അറിയാം. ഒന്നുമില്ല. ഞങ്ങളിവിടെ സമ്മേളനമൊക്കെ വെക്കുമ്പോൾ ചട്ടമ്പി സ്വാമിയെ മന്നത്ത് പത്മനാഭനെയും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? പന്തലിൽ വയ്ക്കാറുള്ള കണ്ടിട്ടല്ലേ? ഒന്ന് ഞങ്ങളുടെ സമുദായകാരൻ, മറ്റേത് നമ്മുടെ ആത്മീയ ആചാര്യൻ. അങ്ങനെ നമ്മൾ ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളാരും ആരെയും അല്ല, അതയാളുടെ ഭാഷയാണ്. ഞാനതൊന്നും പറയുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു കമൻറ്റും ഇല്ല. ഞാൻ നിങ്ങൾ ചോദിച്ച മറ്റു ചില വിഷയങ്ങളെ സംബന്ധിച്ചൊന്ന് സൂചിപ്പിച്ചു, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അങ്ങേ പിതൃസ്ഥാനത്ത് കാണുന്നുവെന്ന് നേരത്തെ പറഞ്ഞ ഗണേഷ് എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങേ വിമർശിക്കുന്നത്? ഇപ്പം തോന്നിക്കാണും പിതൃവല്ലെന്ന്. പിതൃസ്ഥാനത്തെല്ലാം തോന്നിക്കാണും. അതുകൊണ്ട് വിമർശിക്കുന്നതല്ല. അത് അയാളുടെ ഇതാണ്, സാമർഥ്യമാണ്. അതിലുള്ള സാമർഥ്യം ഞാൻ കണ്ടില്ല. മുൻപ് സുരേഷ് ഗോപിയൊക്കെ പരിഹസിച്ചിരുന്ന ആളാണ് ഗണേഷ് കുമാർ. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ കയറ്റാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ സമയം മാറി പലതും പറയും പലരും. ഞാൻ എന്തെങ്കിലും നിങ്ങൾ ഇത്രയും നാളായല്ലോ എന്നെ കാണുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് സമയം മാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അതിന് വിരുദ്ധമായിട്ടൊരു നിലപാടെടുക്കുകയോ സംസാരിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്ഷമ പറയാ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ വളരെ ആലോചിച്ച് കണ്ടേ പറയത്തുള്ളൂ. അതൊന്നും തിരിച്ച് വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോളാർ കേസിൽ ഉൾപ്പെടെ പല സമയത്തൊക്കെ തന്നെ ഗണേഷിൻ്റെ പല നിലപാടും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ഗണേഷ് അത്തരത്തിൽ? ഞാനത് പറയുന്നില്ല. അയാളെ പറ്റി അതൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല.